ഹലോ എവറി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് RDA. അതായത് RDA എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പല ന്യൂട്രിയൻസ് നമ്മൾ കഴിക്കുന്നുണ്ടല്ലേ. മാക്രോ ന്യൂട്രിയൻസ് നമുക്കുണ്ട്, അതേപോലെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടല്ലേ. സോ ഇവരെ ഇപ്പം മാക്രോയിലാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അതെല്ലാം വരുന്നുണ്ട്. അതേപോലെ നമുക്ക് മൈക്രോയിൽ ഏതാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് വരുന്നുണ്ടല്ലേ. ഒരുപാട് മിനറൽസ് ഉണ്ട്, അതേപോലെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. സോ ഇവരെല്ലാവരും നമ്മളുടെ ബോഡിയുടെ നോർമൽ ഫങ്ഷനിങ് ആൻഡ് നമ്മളുടെ മെറ്റബോളിസത്തിനും എല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ പറയാറുണ്ട് ഇവരിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കുറച്ച് കഴിക്കുകയാണെങ്കിൽ, ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഡെഫിഷ്യൻ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കില്ല. സോ അതിൻ്റേതായ സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കാണിക്കും. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണ് എത്ര എമൗണ്ടിലാണ് ഈ ഓരോ ന്യൂട്രിയൻസ് കൊടുക്കുമ്പം അവർ പ്രോപ്പറായിട്ട് അവരുടെ മെറ്റബോളിസം നടക്കുകയും അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. സോ അത് വെച്ചിട്ടാണ് ഒരാൾ അല്ലെങ്കിൽ ഇത്ര ഏജ് ഉള്ള ഒരാൾ ഇത്ര എമൗണ്ട് പ്രോട്ടീൻ കഴിക്കണം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് കാൽഷ്യം ഡെയിലി അവർ കഴിക്കണം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ആ ഒരു വാല്യൂ ഇങ്ങനെ കൊടുത്തിരിക്കും. സോ അതിനെയാണ് ഈ RDA എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ സ്റ്റഡി നടത്തും, എന്നിട്ട് നമുക്ക് അവരെ നോക്കും. അവർക്ക് നോർമലായിട്ട് അവരെ ഹെൽത്തി ആയിട്ട് അവരുടെ ബോഡി ഫങ്ഷനിങ് നടക്കാൻ ഇപ്പോൾ കാൽഷ്യം എത്ര എമൗണ്ട് വേണം, അല്ലെങ്കിൽ പൊട്ടാസ്യം എത്ര എമൗണ്ട് വേണം, പ്രോട്ടീൻ എത്ര കഴിച്ചാലാണ് അവരുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എന്നൊരു സർവേ അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്തും. സോ അതിൻ്റെ ബേസിസിൽ ഇന്ന ഏജ് ഗ്രൂപ്പുകാർക്ക് ഇത്ര എമൗണ്ട് ആണ് കഴിക്കേണ്ടതെന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിടും. ദാറ്റ് ഈസ് RDA. അതാണ് RDA എന്ന് പറയുന്നത്. സോ ദിസ് ഏരിയ, അതായത് RDA എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇൻഡയറക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. RDA ഓഫ് അയൺ ഫോർ അഡൾട്ട് പീപ്പിൾ, അല്ലെങ്കിൽ RDA ഓഫ് അയൺ ഫോർ അഡൾട്ട് വിമൻ, അല്ലെങ്കിൽ RDA ഓഫ് കാൽഷ്യം ഫോർ ആൻ അഡൾട്ട്. ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. സോ കൺഫ്യൂഷൻ ഒന്നും അതേ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനോ ഒന്നും അധികം ടൈമൊന്നും വേണ്ടാത്ത ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് വരും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കറക്റ്റ് ആ വാല്യൂസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് RDA എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് RDA എന്താണെന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. പ്ലസ് നമ്മൾ ഇത്രയും ദിവസവും പഠിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസിൻ്റെ RDA വാല്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ആരും ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും വാല്യൂസ് പഠിക്കുക. അഡൾട്ടിൻ്റെതാണ് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി. അഡൾട്ടിൻ്റെ വാല്യൂ എല്ലാം പഠിച്ചു വെച്ചേക്കും. ഒരു അഡൾട്ട് ആൾക്ക് എത്ര വാല്യൂ പോലെയാണ് പ്രോട്ടീൻ വേണ്ടത്, കാൽഷ്യം വേണ്ടത്, ഫോസ്ഫറസ് വേണ്ടത് എന്നുള്ള കാര്യം നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, സോ ആദ്യം നമുക്ക് RDA എന്താണെന്ന് പഠിക്കാം. സോ ഹ്യൂമൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ബോഡിയിൽ നടക്കുന്ന ഫങ്ഷൻസിന് നമുക്ക് എന്താവശ്യമാണ്? ന്യൂട്രിയൻസ് ആവശ്യമാണ്. അതേപോലെ നമ്മൾ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡാണ് നമ്മൾ കഴിക്കുക അല്ലേ. അതിൽ നിന്നെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് കിട്ടും. സോ നമ്മൾ കഴിക്കുന്ന ഈ ഫുഡും ആ ന്യൂട്രിയൻസും നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളുടെ ബോഡി ഫങ്ഷനിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എത്രത്തോളം ഫുഡാണ് അല്ലെങ്കിൽ എത്രത്തോളം ന്യൂട്രിയൻസ് ആണ് നമുക്ക് ഒരു ഡേ വേണ്ടത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മളുടെ ഏജ്, അതുപോലെ നമ്മളെ സെക്സ്, നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദ ന്യൂട്രിയൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. സോ ഒരാൾക്ക്, ഒരു അഡൾട്ടിനോ അല്ലെങ്കിൽ ആർക്കോ ആയാലും എത്ര ഫുഡാണ് അല്ലെങ്കിൽ എത്ര ന്യൂട്രിയൻസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഏജ്, സെക്സ്, ഫിസിയോളജിക്കൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദാറ്റ് പേഴ്സൺ. ആ ഒരു പേഴ്സൻ്റെ ലൈഫ് സ്റ്റൈൽ, ഫിസിയോളജിക്കൽ സ്റ്റാറ്റസ്, ഏജ്, സെക്സ് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻ ദാറ്റ് പേഴ്സൺ റിക്വയർഡ്. ആ ഒരാൾക്ക് വേണ്ട ന്യൂട്രിയൻസിൻ്റെ റിക്വയർമെൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഏജ്, സെക്സ്, ഫിസിയോളജിക്കൽ സ്റ്റാറ്റസ് ആൻഡ് ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഇനി അതിന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നമ്മൾ സർവേ അല്ലെങ്കിൽ സ്റ്റഡി നടത്തുകയാണ് ചെയ്യുക. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തിട്ട് അതിൽ
ഓരോരുത്തർക്കും ന്യൂട്രിയൻസ് കൊടുത്തു നോക്കും, ഇത്ര പേർക്ക് ഇത്ര, ഇങ്ങനെ കൊടുത്തിട്ട് അവരുടെ നോർമൽ ഫങ്ഷനിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് ഈ കറക്റ്റ് വാല്യൂസ് ഒക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നത്. ICMR ആണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് അവർ ചെയ്യുന്ന ഒരെണ്ണമാണ് ആവറേജ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ANR, അല്ലെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെൻറ്റ് എന്ന് പറയാം. ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ANR ഓർ EAR. ഓക്കെ, ഇയർ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെൻറ്റ്. EAR എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തു. അവരിൽ ഹാഫ് ആൾക്കാർക്ക്, 50% ആൾക്കാർക്ക് വേണ്ട ന്യൂട്രിയൻ ഇൻടേക്ക് ലെവലാണ് എന്ത്? ആവറേജ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ എടുക്കുകയാണ്, ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്താൽ അതിൽ പകുതി ആൾക്കാർ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെടുക്കേണ്ട ന്യൂട്രിയൻറ്റ്, ഡെയിലി ന്യൂട്രിയൻറ്റ് ഇൻടേക്കിനെ പറ്റിയാണ് ഈ ആവറേജ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ ആവറേജ് ഡെയിലി ന്യൂട്രിയൻറ്റ് intake level of healthy individual in a particular life stage and gender group. അപ്പോൾ അതെന്ന് പറയുന്നത് 50% ആയിരിക്കും നമ്മൾ നോക്കുക. അതായത് ഒരു പോപ്പുലേഷൻ്റെ 50% ആൾക്കാർ ഹെൽത്തി ആയിട്ടിരിക്കാൻ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ എടുക്കേണ്ട ഒരു 50% ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവർ ഡെയിലി ഇൻടേക്ക് ചെയ്യേണ്ട ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് ആയിരിക്കും എന്ത്? ANR അല്ലെങ്കിൽ EAR എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ദെയർ ഹെൽത്ത്. അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അവർ ഹെൽത്തി ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കാൻ എടുക്കുന്ന ന്യൂട്രിയൻറ്റിൻ്റെ എമൗണ്ടിനെയാണ് എന്തെന്ന് പറയാം? ANR അല്ലെങ്കിൽ EAR എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആവറേജ് ഡെയിലി ന്യൂട്രിയൻ ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നാണ് നമുക്ക് വേണ്ട RDA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് RDA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, so this is the average daily nutrient intake of an healthy individuals in a particular life stage and a gender group. ഒരു particular life stageലും gender groupലും വരുന്നത്. ഇപ്പം man and our age എന്ന് പറയുന്ന ഒരു greater than 19 അല്ലെങ്കിൽ 16 to 19 അങ്ങനത്തെ ആ ഒരു ഏജ് ഗ്രൂപ്പ് കൊടുക്കും. അതേപോലെ അവരുടെ ജെൻഡറും കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതിൽ 50% ആൾക്കാർക്ക് അവർ ഹെൽത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ എടുക്കേണ്ട ഡെയിലി ന്യൂട്രിയൻറ്റ് ഇൻടേക്കിനെയാണ് എന്തെന്ന് പറയാം? ആവറേജ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഇത് ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിൻ്റെ ഫുൾ ഫോം മാത്രം നോക്കിയാൽ മതി. സോ EAR അല്ലെങ്കിൽ ANR എന്താണ്, അതിൻ്റെ ഫുൾ ഫോം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് വെച്ചിട്ടാണ് നമ്മൾ RDA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് EAR ഇസ് ഫണ്ടമെൻ്റൽ വാല്യൂസ് ടു ഇവാലുവേറ്റ് ന്യൂട്രിയൻ്റ് അഡിക്വസീസ് ആൻഡ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് പോപ്പുലേഷൻ ഓർ ഗ്രൂപ്പ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരാൾക്ക്, ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മീൽ പ്ലാനിംഗ് ഒക്കെ നടത്തുന്നത്. ഈ EAR വെച്ചിട്ടാണ്, ആവറേജ് വാല്യൂ നോക്കിയിട്ടാണ്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ RDA, അതായത് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് ന്യൂട്രിയൻറ്റ് ഇൻടേക്ക് എന്ന് പറയും. RDA എന്ന് പറയുന്നതും RNI എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. നമ്മൾ കൂടുതലും ഫെമിലിയർ ആയിട്ടുള്ളതും നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതും RDA എന്ന് തന്നെ ആയിരിക്കും. എന്നാലും RNI എന്നും കൂടെ ഓർത്ത് വെച്ചോളൂ, രണ്ടും സെയിം ആണെന്ന് ഓർത്ത് വെക്കുക. അതായത് RNI എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ന്യൂട്രിയൻറ്റ് ഇൻടേക്ക് എന്നാണ്, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ആണ് RDA. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 50% ആൾക്കാർക്ക് വേണ്ടതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പിൽ 50% ആൾക്കാർക്ക് ഇത്ര മതി എന്നാണ് നമ്മൾ പറയാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് RDA നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എടുക്കുകയാണ്, അവരുടെ സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിൽ 98 to 99% ആൾക്കാർക്കും വേണ്ട, ഇപ്പം കാൽഷ്യം ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ പറയാണ്, പ്രോട്ടീൻ്റെ കാര്യം ഈ RDAയും EARും തമ്മിലുള്ള ഡിഫറൻസ് പറയാണ് കേട്ടോ. അപ്പം കുറേ ആൾക്കാരുണ്ട്, അതിൽ പകുതി ആൾക്കാർ നമ്മൾ നോക്കുമ്പം അവർക്കൊരു ഡെയിലി ഒരു 0.63 gram per kg മതി. ഓക്കെ, ഒരു 1 kg വരുമ്പോൾ അത് 0.63 gram മതി അവർക്ക്. ഫോർ ഹാഫ് ദ പോപ്പുലേഷനും 0.63 gram മതി. അങ്ങനെയാണെങ്കിൽ അതാണ് അവരുടെ EAR എന്ന് പറയുന്നത്. ഓക്കെ, ഹാഫ് ദ പോപ്പുലേഷന് എത്രയാണോ വേണ്ടത് അതാണ് EAR. ഇനി നമ്മൾ ആ ഹോൾ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 99 അല്ലെങ്കിൽ 98 to 99% ആൾക്കാർക്ക് എത്ര പ്രോട്ടീൻ വേണം എന്ന് നമ്മൾ നോക്കും.
സോ ഇറ്റ് മേ ബി എത്ര ആയിരിക്കും, ഒരു 0.83 ആയിരിക്കും. ഓക്കെ, 0.83 അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ആണെന്ന് വെച്ചോ, ഗ്രാം പെർ kg ആണെങ്കിൽ അതാണ് എന്ത് RDA എന്ന് പറയുന്നത്. അതായത് ഒരു പോപ്പുലേഷനിൽ 98 അല്ലെങ്കിൽ 99% ആൾക്കാർക്ക് എത്ര ന്യൂട്രിയൻ്റ് ആണ് വേണ്ടത്, അതാണ് RDA. ഒരു പോപ്പുലേഷൻ എടുത്താൽ അതിൻ്റെ ഹാഫ് ആൾക്കാർക്ക് 50% ആൾക്കാർക്ക് വേണ്ടതാണ് AR. മനസ്സിലായല്ലോ? ഈസി ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒരു 98 to 99% ആൾക്കാർക്ക് വേണ്ടതാണ് RDA, വെരാസ് 50% ആൾക്കാർക്ക് വേണ്ടതാണ് AR. ക്ലിയർ ആണല്ലോ? അപ്പം RDA അല്ലെങ്കിൽ RNI എന്ന് പറയുന്നത് എന്താണ്? ഡെയിലി ഡയറ്ററി ന്യൂട്രിയൻ്റ് ഇൻടേക്ക് ലെവലാണ്. അത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്, അത് അദ്ദേഹത്തിൻ്റെ പർട്ടിക്കുലർ ഏജ് ഉള്ള ആൾക്കാർക്ക് ഒരു ഏജ് ഗ്രൂപ്പ് ആൻഡ് ദ സെക്സും നോക്കും. നമ്മൾ ഇപ്പോൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ നോക്കും, ആൻഡ് ഏത് ഏജ് ഗ്രൂപ്പ് ആണെന്ന് നോക്കും. ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്ക് എത്ര ന്യൂട്രിയൻ്റ് ആണ് ഒരു ദിവസം വേണ്ടത് എന്നുള്ളതാണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. ഇപ്പം പ്രോട്ടീൻ അയാൾക്ക് ആ ഒരാൾക്ക് ഒരു ഇൻഡിവിജ്വലിന് 0.83 ഗ്രാം പെർ kg പെർ ഡേ ആവശ്യമാണെങ്കിൽ ആ 0.83 എന്നുള്ളതാണ് RDA. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് അത് ബേസ്ഡ് ഓൺ ദെയർ സെക്സ് ആൻഡ് അവരുടെ ലൈഫ് സ്റ്റേജ് നമ്മൾ നോക്കും, അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പ് നോക്കും. അതിൻ്റെ ബേസിസിൽ അവർക്ക് എത്ര ന്യൂട്രിയൻസ് ആണ് ഒരു ഡേ വേണ്ടത്, എത്ര എമൗണ്ട് ഓഫ് ന്യൂട്രിയൻ്റ് ആണ് വേണ്ടത്, അതിനെയാണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് ന്യൂട്രിയൻ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഓർക്കുക. ഇത് ഹാഫ് ദ പോപ്പുലേഷൻ ആണെങ്കിൽ ഇത് 98 to 99% ആൾക്കാർക്ക് വേണ്ടതാണ്. So RDA is intended for the purpose of supervised supplementation in deficient individual or condition. ഇപ്പോൾ നമുക്കൊരു ഡെഫിഷ്യൻസി വന്ന ഒരു കണ്ടീഷൻ വരുവാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഡെഫിഷ്യൻസി സിംറ്റം കാണിക്കുകയാണെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് അവർക്ക് എത്ര എമൗണ്ട്, അപ്പം നോർമലിനേക്കാളും അല്ലെങ്കിൽ RDAക്കാളിലും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ലെവലിലേക്ക് ഫുഡ് എത്തിക്കാൻ നോക്കും, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഇൻടേക്ക് എത്തിക്കാൻ നോക്കും. അപ്പോൾ അതൊക്കെയാണ് RDAയുടെ പർപ്പസ് എന്ന് പറയാം. ഇനി അടുത്തൊരു 2-3 ടേംസും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഈ നമ്മൾ വാല്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്തൊരു 2-3 ടേംസും കൂടെ വേണം. മെയിനായിട്ടും EARും RDA എന്താണെന്ന് നോക്കിയാൽ മതി. EARൻ്റെ ഫുൾ ഫോം അറിഞ്ഞാൽ മതി. RDA എന്താണെന്നുള്ള ഡെഫിനിഷൻ സഹിതം പഠിച്ചോളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പർ ന്യൂട്രിയൻ ലെവൽ അല്ലെങ്കിൽ ടോളറബിൾ അപ്പർ ലെവൽ എന്ന് പറയും. അത് കൂടുതലും ഈ വൈറ്റമിൻസ് മിനറൽസിലൊക്കെയാണ് നമ്മൾ എല്ലാത്തിലും നമ്മൾ പറയുമെങ്കിലും കൂടുതലും വൈറ്റമിൻസ് ആൻഡ് മിനറൽസിലാണ് ഈ അപ്പർ ന്യൂട്രിയൻ ലെവൽ അല്ലെങ്കിൽ ടോളറബിൾ അപ്പർ ലെവലൊക്കെ പറയുന്നത്. അതായത് നമ്മളൊരു ന്യൂട്രിയൻറ്റ് നമ്മൾ പറയും എന്തും അധികമായി കഴിഞ്ഞാൽ എന്താണ്, അത് വിഷമായിട്ട് മാറും അല്ലേ. ഇപ്പം നമ്മൾ പറയും അധികമായ അമൃതും വിഷവും എന്ന് പറയും. കാരണം നമുക്ക് വേണ്ട ഒരു കാര്യത്തിനേക്കാളും ഓവറായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. സോ അതേപോലെയാണ് ന്യൂട്രിയൻസിൻ്റെ കാര്യം, അങ്ങനെ തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനമാണെന്നും പറഞ്ഞ് വേണ്ടതിനേക്കാളും തോനെ നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആഡ്വേഴ്സ്ലി എഫക്റ്റ് അവർ ഹെൽത്ത്. സോ ദാറ്റ് ലെവൽ എത്ര വരെ പോകാം, അതിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രോബ്ലം ആയിരിക്കും. സോ എത്ര വരെ നമുക്ക് കഴിക്കാം, ആ ലിമിറ്റില്ലേ, അതാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പർ ന്യൂട്രിയൻ ലെവൽ അല്ലെങ്കിൽ ടോളറബിൾ അപ്പർ ലെവൽ എന്ന് പറയും. സോ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഡെയിലി ന്യൂട്രിയൻ ഇൻടേക്ക് ലെവൽ. ഇപ്പോൾ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വൈറ്റമിൻ അല്ലെങ്കിൽ ഒരു മിനറൽ, ഇപ്പോൾ കാൽഷ്യം ഇത്ര ലെവൽ വരെ കഴിക്കാവുള്ളൂ, അതിൽ കൂടുതൽ നമ്മൾ ഡെയിലി കഴിക്കരുത്. സോ അതിനെയാണ് നമ്മൾ പറയില്ലേ ടോക്സിസിറ്റി കൊണ്ടാക്കും. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ടിനേക്കാളും ഹയർ ആയിട്ട് നമ്മളുടെ ബോഡിയിലേക്ക് ആ മിനറൽസ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ടോക്സിക് ആയിട്ട് മാറും. സോ ദാറ്റ് ഹയസ്റ്റ് ഡെയിലി ന്യൂട്രിയൻ്റ് ഇൻടേക്ക് ലെവലിനെയാണ് അപ്പർ ന്യൂട്രിയൻ ലെവൽ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ലിമിറ്റ് വരെ നമ്മൾ കഴിക്കാവുള്ളൂ. അതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇറ്റ് കോസ് റിസ്ക് എഫക്ട്സ്, അല്ലെങ്കിൽ ഇറ്റ് നെഗറ്റീവ്ലി ഇമ്പാക്ട് അവർ ഹെൽത്ത്, അല്ലെങ്കിൽ അതെന്താവും, ഇറ്റ് ബിക്കം ടോക്സിക്. ക്ലിയർ? So, as intake increases above the UNL, the risk of adverse effect will also increase. Okay. So, highest daily nutrient intake level ആണ് TUL അല്ലെങ്കിൽ UNL എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ അത് ആഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ആ ഒരു ലെവൽ വരെ, ആ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ നമുക്ക് കഴിക്കാം. അപ്പോൾ നോ എഫക്റ്റ്, അവിടെ വരെ നമുക്ക് വേറെ റിസ്ക് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ലെവലിൽ നിന്ന് കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആഡ്വേഴ്സ്ലി എഫക്റ്റ് അവർ ഹെൽത്ത്. ഓക്കെ. സോ അതിനെയാണ് അപ്പർ ന്യൂട്രിയൻ ലെവൽ അല്ലെങ്കിൽ ടോളറബിൾ അപ്പർ ലെവൽ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേമാണ് ആഡിക്വേറ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ സേഫ് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ RDA എന്ന് പറഞ്ഞില്ലേ,
RDA പോലെ തന്നെയാണ് ഈ അഡിക്വേറ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ സേഫ് ഇൻടേക്ക് എന്ന് പറയുന്നത്. ചില ന്യൂട്രിയൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചില ഏജ് ഗ്രൂപ്പ്, മെയിനായിട്ടും ഈ ഇൻഫൻറ്റിന്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ സ്റ്റഡി നടത്താൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റഡി നടത്താൻ പറ്റില്ല. സോ അങ്ങനെ വരുമ്പോൾ, അതായത് അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ അല്ലാത്ത കണ്ടീഷൻസിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ AI എന്നുള്ള ടേം വെച്ചിട്ടായിരിക്കും പറയുക. അതായത് അഡിക്വേറ്റ് ഇൻടേക്ക് ഇത്ര വരെ കഴിച്ചാൽ സേഫ് ആയിരിക്കും എന്ന് നമ്മളങ്ങ് പറയാണ്. ഓക്കെ, സോ അല്ലാതെ നമ്മളിപ്പം RDAയിലാണെങ്കിൽ കറക്റ്റ് നമ്മൾ പറയാം ഇത്ര എമൗണ്ട് കഴിക്കുക എന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാം. സോ അതിനെ നമ്മൾ പർട്ടിക്കുലർ ഗ്രാമിലാണോ MG ആണോ കഴിക്കേണ്ടതെന്നുള്ളത് പറയാൻ പറ്റും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ചില, അതായത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് AI അല്ലെങ്കിൽ അഡിക്വേറ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ സേഫ് ഇൻടേക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ റെക്കമെൻഡഡ് ആവറേജ് ഡെയിലി ഇൻടേക്ക് ലെവൽ ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് ഓർ എക്സ്പെരിമെന്റൽ ഡിറ്റർമിനന്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് ന്യൂട്രിയന്റ് ഇൻടേക്ക് ബൈ എ ഗ്രൂപ്പ് ഓഫ് അപ്പാരന്റ് ഹെൽത്തി പീപ്പിൾ. സോ അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡഡ് ആവാത്ത കണ്ടീഷൻസിലാണ് നമ്മൾ ഈ അഡിക്വേറ്റ് ഇൻടേക്ക് എന്നുള്ള ടേം വെച്ചിട്ട് പറയുന്നത്, അല്ലെങ്കിൽ സേഫ് ഇൻടേക്ക്. ഇനി ലാസ്റ്റ് ഒരു ടേമാണ് ലോവർ റെഫറൻസ് ന്യൂട്രിയൻ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ ലോവർ ത്രെഷോൾഡ് ഇൻടേക്ക്. ഇതും അപ്പോൾ ലോവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ന്യൂട്രിയൻ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു ഒപ്റ്റിമം വാല്യൂ ഉണ്ട്, അതാണ് RDA. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഒപ്റ്റിമം വാല്യൂ ഉണ്ട്, അത് കറക്റ്റ്, ആ അത്രയും വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമ്മളെ ബോഡി കറക്റ്റ് ഹെൽത്തി ആയിട്ടും നോർമലായിട്ടും വർക്ക് ചെയ്യും. അതാണ് RDA എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി ഇതിൽ ഹൈ ആയി കഴിഞ്ഞാൽ, ഓക്കെ, ഇത് കഴിഞ്ഞ ഒരു ലിമിറ്റ് ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ അപ്പർ ലിമിറ്റ് വരും. ഓക്കെ, ഒരു അപ്പർ ലിമിറ്റ് കാണും. അതാണ് നമ്മളുടെ ആ ടോക്സിക് ലെവലിൽ വരുന്നത്, ടോളറബിൾ ആയിട്ടുള്ള ലെവൽ വരുന്നതാണ് ആ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ ഒരു ലോവസ്റ്റ് വാല്യൂ കാണും, ഒരു ലോവർ ലിമിറ്റ് കാണും. ഓക്കെ, അവിടെ വെച്ചിട്ട് അവിടെ മുതൽ നമുക്ക് ഈ അപ്പർ വരെ കഴിക്കാം, പക്ഷേ ഈ ലോവറിൽ നിന്ന് താഴോട്ട് പോവരുത്. ആ വാല്യൂവിനെയാണ് നമ്മൾ LRNI എന്ന് പറയുന്നത്, ലോവർ റെഫറൻസ് ന്യൂട്രിയൻ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ ലോവർ ത്രെഷോൾഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അതേപോലെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മുകളിലോട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ദാറ്റ് മീൻസ് ഇറ്റ് കോസ് ഡെഫിഷ്യൻസി. മനസ്സിലായിക്കോ? ഈ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചോ. LRNIയേക്കാളും ലോവർ ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇറ്റ് കോസ് ഡെഫിഷ്യൻസി, TULനേക്കാളും ഹയർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കോസ് ടോക്സിസിറ്റി. മനസ്സിലായോ? അപ്പോൾ ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റി മനസ്സിലായല്ലോ. RDA എന്ന് പറഞ്ഞാൽ ദ ഒപ്റ്റിമം ആയിരിക്കും, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ടതാണ് RDA എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഇൻ ബിറ്റ്വീൻ ആൻഡ് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റിൻ്റെ ഇടയിലായിരിക്കും. അപ്പർ ലിമിറ്റ് ആണ് ടോളറബിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതിനേക്കാളും ഹയർ ആയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കോസ് ടോക്സിസിറ്റി. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നതാണ് LRNI എന്ന് പറയുന്നത്. അതിനേക്കാളും ലോവർ ആയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കോസ് ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പം LRNIയേക്കാളും ലോവർ ആയിട്ട് അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ ഇറ്റ് കോസ് ഡെഫിഷ്യൻസി. ഓക്കെ, ഇനി കറക്റ്റ് എന്ന് പറയുന്നത് RDA ആണ്. അപ്പർ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കോസ് ടോക്സിസിറ്റി. ഓക്കെ, സോ റെഗുലർ ഇൻടേക്ക് ഓഫ് ദിസ് ലെവൽ ഓഫ് ന്യൂട്രിയൻ വിൽ ലീഡ് ടു ഡെഫിഷ്യൻസി സ്റ്റാറ്റസ്. അതായത് ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതിനേക്കാളും ലോവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലെവലിൽ തന്നെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇറ്റ് കോസ് ഡെഫിഷ്യൻസി. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ അപ്പർ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ടോക്സിസിറ്റി. എപ്പോഴും നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിമം ലെവൽ കഴിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് RDAയിൽ ഉള്ളിൽ കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ ഇത്രയും ടേംസ് പഠിച്ചു വെച്ചോളൂ. ലോവർ റെഫറൻസ് ന്യൂട്രിയൻറ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ ലോവർ ത്രെഷോൾഡ് ഇൻടേക്ക്. പിന്നെ വരുന്ന ഏതാണ്? AI എന്ന് പറയുന്ന ടേമാണ്. പിന്നെ അപ്പർ ന്യൂട്രിയൻ ലെവൽ അല്ലെങ്കിൽ ടോളറബിൾ അപ്പർ ലെവൽ എന്ന് പറയും. പിന്നെ RDA ഉണ്ട്, അതേപോലെ EAR വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ER എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെൻ്റ് ആണ്. RDA എന്ന് പറയുന്നത് എന്താണ്? റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ആണ്. പിന്നെ അപ്പർ ന്യൂട്രിയൻ ലെവലാണ് UNL അല്ലെങ്കിൽ TUL എന്ന് പറയുന്നത് ടോളറബിൾ അപ്പർ ലെവലാണ്. പിന്നെ AI എന്ന് പറയുന്നത് അഡിക്വേറ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ സേഫ് ഇൻടേക്ക് എന്നുള്ളതാണ്. പിന്നെ ലോവർ റെഫറൻസ് ന്യൂട്രിയൻ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ ലോവർ ത്രെഷോൾഡ് ഇൻടേക്ക്. അപ്പോൾ ഈ ടേംസിൽ ഇത്രയും കാര്യങ്ങളിൽ ജസ്റ്റ് ഫുൾ ഫോം മാത്രം പഠിച്ചു പോയാൽ മതി. RDA മാത്രം എന്താണെന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും RDA വാല്യൂസ് പഠിച്ചു പോവാം. സോ ഫസ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ റിക്വയർമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഫോർ ആൻ ഹെൽത്തി അഡൾട്ട്, ഒരു അഡൾട്ടിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഫോർ ആൻ ഹെൽത്തി അഡൾട്ട് പ്രോട്ടീൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 0.83 gram per kg per day. ഒരു kgക്ക്
എത്ര വേണം? 0.83 ഗ്രാം പ്രോട്ടീൻ വേണം ഒരു ദിവസം. അപ്പോൾ ഒരു 10 kg ഉള്ള ആളാണെങ്കിൽ എത്ര വേണം? 8.3 ഗ്രാം വേണം. 100 kg ഉള്ള ആളാണെങ്കിൽ അവർക്ക് എത്ര വേണം? 83 ഗ്രാം വേണം. ഓക്കെ, സോ ഇഫ് എ പേഴ്സൺ ഈസ് 65 kilogram, ദെൻ അവർക്ക് വേണ്ട പ്രോട്ടീൻ്റെ എമൗണ്ട് എത്ര ആയിരിക്കും? 65 × 0.83 ആയിരിക്കും. ദാറ്റ് ഇസ് 53.99 അല്ലെങ്കിൽ 54, അപ്രോക്സിമേറ്റ്ലി 54 grams per day ഓഫ് പ്രോട്ടീൻ ആയിരിക്കണം അയാൾക്ക് വേണ്ടത്. സോ അതാണ് പ്രോട്ടീൻ റിക്വയർമെൻറ്റ്. ഈ വാല്യൂ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. 0.83 gram per kilogram per day. ഈ യൂണിറ്റ്സും കൂടെ സഹിതം പഠിക്കുക. 0.83 gram per kilogram per day. ഓക്കെ, രണ്ടാമത്തേത് കാർബോഹൈഡ്രേറ്റ് റിക്വയർമെന്റ് ആണ്. സോ ദിസ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് റിക്വയർഡ് ഫോർ ആൻ അഡൾട്ട്. അതായത് 1 year old അല്ലെങ്കിൽ അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം, അതായത് 1 yearനേക്കാളും ഗ്രേറ്റർ ആയിട്ട് ഏജ് വരുന്ന എല്ലാവർക്കും എന്ത് വേണം? മിനിമം കാർബോഹൈഡ്രേറ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 100 gram to 130 gram ആണ്. മിനിമം നമ്മുടെ ബ്രെയിൻ വർക്കിങ്ങിന് വേണ്ട മിനിമം എമൗണ്ട് എന്ന് പറയുന്നതാണ് ഇത്, 100 gram to 130 gram. ഇതിൽ ഹയർ ആണ് നമുക്ക് വേണ്ടത്, ബട്ട് മിനിമം എത്ര ആയിരിക്കണം? 100 to 130 gram ആയിരിക്കണം. സോ മിനിമം റിക്വയർമെന്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇസ് 100 gram to 130 gram. ഇനി ഡയറ്ററി ഫൈബർ ആണ് അടുത്തത്. അത് മിക്ക ഏജ് ഗ്രൂപ്പുകാർക്കും ഇപ്പോൾ 2000 kcal ആണ് നമ്മളുടെ എനർജി റിക്വയർമെന്റ് അല്ലെങ്കിൽ എനർജി വരുന്നെങ്കിൽ ആ ഒരു ആൾക്ക് 30 gram ആയിരിക്കണം ഡയറ്ററി ഫൈബർ വേണ്ടത്. അപ്പം 2000 kcal എനർജി ആണ് ഒരാൾക്ക് വേണ്ടതെങ്കിൽ അയാൾക്ക് 30 gram ഡയറ്ററി ഫൈബർ വേണം. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ 2000 kcal ഇപ്പോൾ 2000 kcal ആണ്. അപ്പോൾ അത് 2000 kcal എനർജി വേണ്ട ഒരാൾക്ക് 30 gram ഡയറ്ററി ഫൈബർ ആവശ്യമാണ്. ഡയറ്ററി ഫൈബർ ആവശ്യമാണ്. നെക്സ്റ്റ് വൺ മിനറൽ റിക്വയർമെന്റ്സ് ആണ്. ഇതൊക്കെയാണ് നമുക്ക് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത്. പ്രോട്ടീൻ ചോദിക്കാറുണ്ട്, പിന്നെ ചോദിക്കുന്നത് മിക്കതും മിനറൽസ് ആണ്. സോ മിനറൽസ് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് കാൽഷ്യം. കാൽഷ്യം നോക്കിക്കേ, ഏകദേശം മെൻ, വിമൻ ആൻഡ് പ്രഗ്നന്റ് വിമനും 1000 mg per day ആണ്. യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1000 mg milligram per day ആണ് മെൻ, വിമൻ ആൻഡ് പ്രഗ്നന്റ് വിമന് വേണ്ടത്. ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള വിമന് എത്ര വേണം? 1200 വേണം. ഓക്കെ, സോ കാൽഷ്യം മെൻ, വിമൻ, പ്രഗ്നന്റ് വിമൻ എത്രയാണ്? 1000 mg per day ആണ്. ഫോർ എ ലാക്ടേറ്റിംഗ് വിമൻ ഇറ്റ് ഈസ് 1200 mg ആയിരിക്കും. സോ കാൽഷ്യം ഫോർ മെൻ, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് അഡൾട്ട് എന്ന് പറയാം. കാൽഷ്യം ഫോർ അഡൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1000 mg per day ആണ്. പ്രഗ്നന്റ് വിമനും 1000 തന്നെയാണ്. ലാക്ടേറ്റിംഗ് മദറിന് 1200 ആണ്. ഇനി ഫോസ്ഫറസ് ആണ് അടുത്തത്. മെൻ, വിമൻ ആൻഡ് പ്രഗ്നന്റ് വുമൻ, അതായത് അഡൾട്ടിന് വേണ്ടത് എത്രയാണ്? 600 mg per day ആണ്. ഫോസ്ഫറസ് മെൻ, വിമൻ ആൻഡ് പ്രഗ്നന്റ് വുമനും 600 mg per day ആണ്. ദാറ്റ് മീൻസ് RDA ഓഫ് ഫോസ്ഫറസ് ഫോർ ആൻ അഡൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 600 mg per day ആണ്. ഫോർ എ ലാക്ടേറ്റിംഗ് വിമൻ ഇറ്റ് ഈസ് 750 mg per day ആയിരിക്കും. 750 mg. അപ്പോൾ കാൽഷ്യം 1000 ആണ്, ഫോസ്ഫറസ് എത്രയാണ്? 600 mg per day ആണ്. അപ്പോൾ കാൽഷ്യം, ഫോസ്ഫറസ്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു RD ആയാലും EAR ആയാലും നമ്മൾ ഏജ് ഗ്രൂപ്പും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് വാല്യൂ നമ്മൾ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് എക്സാമിന് കൂടുതലും ചോദിക്കുന്ന അഡൾട്ടിൻ്റെ കാര്യം തന്നെയാണ്. ബട്ട് നിങ്ങൾ ബാക്കിയുള്ളത് ജസ്റ്റ് ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഇതിൽ EAR പഠിക്കണം എന്നില്ല കേട്ടോ. EAR പഠിക്കണം എന്നില്ല, നിങ്ങൾ ജസ്റ്റ് ആ RDA മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കി അഡൾട്ടിൻ്റെ കാര്യം നോക്കിക്കേ. അഡൾട്ട് മെൻ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 18 years ആണ് അഡൾട്ട് വിമൻ എന്ന് നമ്മൾ പറയാം. ഫോർ കാൽഷ്യം ഇറ്റ് ഈസ് 1000 ആൻഡ് ഫോർ ഫോസ്ഫറസ് ഇറ്റ് ഈസ് 600. ആൻഡ് ലാക്ടേറ്റിംഗ് വിമൻ ആണെങ്കിൽ 1200, ഫോസ്ഫറസ് 750. ഓക്കെ, മെനപ്പോസ്ഡ് ആയിട്ടുള്ള വിമൻ ആണെങ്കിൽ 1200ഉം 750 ആണ് വേണ്ടത്. ഇനി ഇൻഫൻറ്റ് കുഞ്ഞു കുട്ടികളിലൊക്കെ നോക്കുകയാണെങ്കിൽ 300ഉം 200ഉം മതി. ചിൽഡ്രൻ അത് ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചും 500ഉം 300ഉം ആ ഒരു റേഞ്ചാണ് വരുന്നത്. കൂടുതലും നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഒന്നും കാര്യം അധികം നിങ്ങൾ നോക്കണ്ട. ഏകദേശം ഒരു 13 years കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. അതേപോലെ 600 തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഒരു 1 to 12 അല്ലെങ്കിൽ ന്യൂ ബോൺ ടു 12 വരെയൊക്കെയാണ് അവർക്ക് ആ ഒരു ഡിഫറൻസ് വരുന്നത്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു 13 ഏജ് മുതൽ തന്നെ
1000 ആണ് കാൽഷ്യം വേണ്ടത്, ഫോസ്ഫറസ് 600 ആണ് വേണ്ടത്. അപ്പോൾ പഠിക്കേണ്ട വാല്യൂ ഏതാണ്? കാൽഷ്യം 1000 mg മില്ലിഗ്രാം പെർ ഡേ, അതേപോലെ ഫോസ്ഫറസ് എത്രയാണ്? 600 മില്ലിഗ്രാം പെർ ഡേ. ഓക്കെ, അത് മറന്നു പോകരുത്. ആ രണ്ട് വാല്യൂസ് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ കാൽഷ്യം 1000, ഫോസ്ഫറസ് 600 ഇപ്പം തന്നെ പഠിച്ചു പോണേ. ഇനി മഗ്നീഷ്യം നോക്കിക്കേ, വേരി ചെയ്യുന്നുണ്ട്. മഗ്നീഷ്യം നന്നായിട്ട് വേരി ചെയ്യുന്നുണ്ട്. അഡൾട്ട് മെന്നിൻ്റെ കാര്യത്തിൽ 440 ആണ് mg ആണ് വേണ്ടത്. വിമൻ 370 mg പെർ ഡേ. പ്രഗ്നന്റ് ആകുമ്പോഴത്തേനും 440 mg വേണം. ലാക്ടേറ്റിംഗ് ആയിട്ടുള്ളവർക്ക് 400 mg പെർ ഡേ വേണം. അപ്പോൾ മഗ്നീഷ്യം നോക്കിക്കേ, മെൻ 440, വിമൻ 370, ലാക്ടേറ്റിംഗ് ആയിട്ടുള്ളത് 400, പ്രഗ്നന്റ് ആയിട്ടുള്ളത് 440. അപ്പം അഡൾട്ട് മെൻ 440, അഡൾട്ട് വിമൻ 370, പ്രഗ്നന്റ് വിമൻ 440, ലാക്ടേറ്റിംഗ് മദർ 400. ഓക്കെ, സോ അതാണ് മഗ്നീഷ്യത്തിൻ്റെ വാല്യൂ. അപ്പം മഗ്നീഷ്യത്തിൻ്റെത് മെൻ 440, വിമൻ 370, മെൻ 440, വിമൻ 370. ഓക്കെ, കാൽഷ്യം 1000, ഫോസ്ഫറസ് 600, മഗ്നീഷ്യം മെൻ 440, വിമൻ 370. ഓക്കെ, mg പെർ ഡേ ആണ് എല്ലാം വന്നേക്കുന്നത്. അപ്പം മഗ്നീഷ്യത്തിൻ്റെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് അഡൾട്ട് നോക്കുകയാണെങ്കിൽ, അഡൾട്ട് മെൻ എന്ന് പറയുമ്പം അവരുടെ RDA 440, വിമൻ ആകുമ്പോൾ 370, പ്രഗ്നന്റ് ആകുമ്പോൾ 440, പിന്നെ ലാക്ടേറ്റിംഗ് ആണെങ്കിൽ 400. ഇവരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു മിനറൽസിലാണ് കൂടുതലും ഈ ഒരു വാല്യൂ വരിക. സോ മഗ്നീഷ്യത്തിൽ നോക്കിക്കേ, TUL ഉണ്ട്, ടോക്സിക് ലെവൽ വരുന്നുണ്ട്. ഓക്കെ, അത് ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷൻസിലാണ് നമ്മളത് നോക്കുക. 350 ആണ് നമ്മൾ ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷൻസിൽ നോക്കുന്നത്. അതായത് ഇപ്പം ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷൻസിൽ നമുക്ക് മെഡിസിൻസ് ഒക്കെ റിലേറ്റ് ചെയ്ത് ഇത്രയും കൊടുക്കാവുള്ളൂ. ഒരു മെഡിസിൻസിനകത്തോ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ അതിനകത്ത് 350 ഇൻക്ലൂഡ് ചെയ്യാവുള്ളൂ, അതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ഓക്കെ, ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷൻസിലാണ് ഈ വാല്യൂ പറയുന്നത്. TUL എന്ന് പറയുന്നത് ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷൻസിലാണ് പറയുന്നത്. അത് 350 കൂടരുത്. ഓക്കെ, നമ്മുടെ ബോഡിയിലെ അല്ല, ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷൻസിൽ 350 കൂടരുത് ഇൻ ദ കേസ് ഓഫ് മഗ്നീഷ്യം. ഓക്കെ ആണല്ലോ. അതാണ് TUL എന്ന് പറയുന്ന ടോക്സിക് ലെവലാണ്, അല്ലെങ്കിൽ ടോളറബിൾ ആയിട്ടുള്ള അപ്പർ ലിമിറ്റ് ആണ് ആ TUL എന്ന് പറയുന്നത്. സോ അത് ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷൻസിൽ 350 ഒരിക്കലും കൂടരുത്. അപ്പം അഡൾട്ട് മെൻ 440, അഡൾട്ട് വിമൻ 370, പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് 440, ലാക്ടേറ്റിംഗ് 400. ഓക്കെ, കുഞ്ഞുങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇതിലും കുറച്ച് എമൗണ്ടിലേക്ക് മതി. ഓക്കെ അല്ലേ. ഇനി സോഡിയം മെൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും 2000 mg പെർ ഡേ ആണ് വേണ്ടത്. ഫോർ മെൻ ആസ് വെൽ ആസ് വിമൻ, അഡൾട്ട് മെൻ ആൻഡ് വിമൻ 2000 mg പെർ ഡേ ആണ് വേണ്ടത്. പൊട്ടാസ്യം മെൻ ആൻഡ് വിമൻ ആണെങ്കിലും റിക്വസ്റ്റ് 3500 mg പെർ ഡേ. അപ്പോൾ സോഡിയം മെൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും 2000, പൊട്ടാസ്യം മെൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും 3500. അപ്പോൾ സോഡിയം പൊട്ടാസ്യം നോക്കിക്കേ എത്രയാണ്? മെനിനും വിമനും ആയാലും 2000 തന്നെയാണ് വേണ്ടത്. പൊട്ടാസ്യം 3500 ആണ് വേണ്ടത്. ഇൻഫൻ്റ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കുറയും, അതായത് 500ഉം 650 ഒക്കെ മതി. ഓക്കെ, ഈ വാല്യൂ ആണ് പഠിക്കേണ്ടത്. 2000, അതായത് മെൻ ആയാലും വിമൻ ആയാലും 2000, അതുപോലെ പൊട്ടാഷ്യം ആണെങ്കിൽ 3500. അപ്പം അഡൾട്ട് എന്ന് തന്നെ ആയിരിക്കും ചോദിക്കുക. അഡൾട്ട് മെന്നിന് വേണ്ട സോഡിയം ലെവൽ 2000, അഡൾട്ട് വിമനിന് വേണ്ട സോഡിയം ലെവൽ 2000. ഓക്കെ, അഡൾട്ട് അല്ലെങ്കിൽ സിംപ്ലി അഡൾട്ടിന് വേണ്ട സോഡിയം 2000, അഡൾട്ടിന് വേണ്ട പൊട്ടാസ്യം 3500. ആ വാല്യൂ പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ അയൺ. ഇത് കഴിഞ്ഞ വട്ടത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അയണിൻ്റെ റിക്വയർമെൻറ്റ് ഫോർ അഡൾട്ട് വിമൻ്റെ അയൺ റിക്വയർമെൻ്റ് ആയിരുന്നു ചോദിച്ചത്. അഡൾട്ട് വിമൻ്റെ അയൺ റിക്വയർമെൻറ്റ് അത് എത്ര ആയിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഈ തന്ന ഈ എല്ലാ വാല്യൂസും ആയിരുന്നു ഓപ്ഷനിൽ വന്നത്. 19, 29, 27, 23 ഈ വാല്യൂസ് ആയിരുന്നു ഓപ്ഷൻസിൽ തന്നത്. അപ്പോൾ എന്താണ് കുഴപ്പിക്കാനുള്ള രീതിയിലാണ് തന്നല്ലേ. ഇപ്പോൾ പഠിച്ചു വെച്ചേക്കാം. മെന്നിന് 19 മതി, വിമന് 29 വേണം, പ്രഗ്നൻ്റ് ആകുമ്പോൾ 27 മതി, ലാക്ടേറ്റിംഗ് ആകുമ്പോൾ 23 മതി. അപ്പം സാധാ നമ്മൾ പറഞ്ഞ വാല്യൂസ് എല്ലാം പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിങ്ങിൽ എന്താണ് കുറച്ച് ഹയർ ആയിട്ടാണ് നിൽക്കുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് അയൺ പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് ടൈമിൽ നോർമലിനെക്കാളും കുറവായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള സമയത്തും മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ അവിടെ നടക്കില്ല. സോ അയൺ ലോസ് കുറവായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ നോർമൽ വിമൻ അവിടെ എന്തായിരിക്കും? മെൻസ്ട്രേഷൻ നടക്കുന്ന സമയമാണല്ലേ. അപ്പം നമുക്ക് അയൺ ലോസ് ആയിക്കൊണ്ടിരിക്കും. സോ വി റിക്വയർ ഹയർ അയൺ ലെവൽ.
അതുകൊണ്ടാണ് 29 അവിടെ വരുന്നത്. പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് ആകുമ്പം അത് കുറയുന്നതും അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? സോ മെൻ 19, വിമൻ 29. ഇപ്പോൾ മെൻ 19ഉം വിമൻ 29ഉം ആണ്. പ്രഗ്നൻ്റ് ആകുമ്പോൾ 27, ലാക്ടേറ്റിംഗ് ടൈമിൽ 23 mg ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ അയൺ 19, 29, 27, 23 mg per day ആണ് വരും. അപ്പോൾ കഴിഞ്ഞ വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ അതായിരുന്നു, അഡൾട്ട് വിമൻ്റെ അയൺ RDA എത്രയാണ്? 29 mg per day ആയിരുന്നു. ഓക്കെ, സോ ഇവിടെ അഡൾട്ട് മെൻ ഗ്രേറ്റർ ദാൻ 18 ഇയേഴ്സ് ഇറ്റ് ഇസ് 19, വിമൻ ആകുമ്പോൾ 29, പ്രഗ്നൻ്റ് ആകുമ്പോൾ 27, ലാക്ടേറ്റിംഗ് ആകുമ്പോൾ 23. അതിൽ ടോളറബിൾ ലെവൽ 45 ആണ്. അതിൽ കൂടുതൽ നമ്മൾ കഴിക്കരുത്. ഇത് ഫാർമക്കോളജിക്കൽ പ്രിപ്പറേഷൻ അല്ല, നമ്മുടെ ബോഡിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. 45ൽ കൂടുതൽ നമ്മൾ അപ്ടേക്ക് നടക്കരുത്, അത് ടോക്സിക് ആയിട്ട് മാറും. ഓക്കെ, സോ TUL mg per day എന്ന് പറയുന്നത് 45 ആയിരിക്കും. 45ൽ കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ഒരു വാല്യൂ ഓർത്തിച്ചോളൂ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 19, 29, 27, 23. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.